അപ്പൊ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്നാണ് കണ്ടത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ എല്ലാം ആൻസർ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്, ഡയറക്ട്ലി ചോദ്യത്തിനകത്തേക്ക് പോയാലോ? അപ്പോ ഓൺ 30th November 2025, the bank statement of Mrs. Rama and Son showed a debit balance of 39,700. അപ്പൊ നമുക്കിത് കാണുമ്പോഴേ അറിയാം ഇതൊരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ചോദ്യമാണ്. അപ്പൊ ഒരു തുടക്കം പറഞ്ഞിരിക്കുന്നത് ബാങ്ക് പാസ്ബുക്കിൽ എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് പോസിറ്റീവ് ആണോ ഓവർ ഡ്രാഫ്റ്റ് ആണോ, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവില്, അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അസറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫേവറബിൾ ആണ് നമുക്ക് ഡെബിറ്റ് ബാലൻസ് നോർമലി. അത് തന്നെ പാസ്ബുക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അൺഫേവറബിൾ ആണ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയുന്നത് നിലവിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾക്കറിയാം ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ് ഞാൻ ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. പാസ്ബുക്ക് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുവാണ് ഓവർ ഡ്രാഫ്റ്റ്. ഡയറക്ട്ലി ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതിയാലും മതി. ഞാനിപ്പോ തുടക്കം എഴുതി വെച്ചിരിക്കുന്നത് കാരണം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൂ. ഡയറക്ട്ലി ഔട്ടർ കോളത്തിനകത്തേക്ക് എനിക്ക് എത്ര എഴുതാം, 39,700 ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി നോക്കാം. ഓൺ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ദ ക്യാഷ് ബുക്ക് ദി ഫോളോവിംഗ് ഡിസ്ക്രിപ്പൻസീസ് വെയർ ഒബ്സർവ്ഡ്. അപ്പൊ എന്തൊക്കെയാണ് ബാക്കി വന്നിരിക്കുന്ന ഡിസ്ക്രിപ്പൻസീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് കിടക്കുന്നത് എ ചെക്ക് ഓഫ് ₹10,000 വാസ് ഇഷ്യൂഡ് ടു എ സപ്ലയർ. നമ്മളൊരു ചെക്ക് ഒരു സപ്ലയർക്ക് ഇഷ്യൂ ചെയ്തു ഓൺ 25th November ബട്ട് വാസ് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ടിൽ 3rd December എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു, ശരിയാണല്ലോ. അപ്പൊ നിലവിൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റിന് എന്ത് സംഭവിക്കും, നിലവിൽ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൂടും. പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റിൽ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ബാങ്കിൽ എത്തിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യണം, കൂട്ടണം. എങ്ങോട്ട് എത്തിക്കണമെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസിനകത്തേക്ക് എത്തിക്കണമെങ്കിൽ. അപ്പൊ ആടെന്നുള്ളിടത്ത് ഞാനിപ്പോ ഷോർട്ട് ആയിട്ടില്ല, ചെക്ക് ഇഷ്യൂഡ് എന്ന് മാത്രമല്ല, നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ മൊത്തം എഴുതുന്നതാണ് ബെറ്റർ. എത്രയാണ്, 10,000 രൂപ ആഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ 10,000 രൂപ ഇന്നർ കോളത്തിനകത്ത് എഴുതി വെച്ചു. ലാസ്റ്റ് എന്താണ്, ഇന്നർ കോളത്തിൽ ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിനകത്തേക്ക് നമുക്ക് എഴുതാം. ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഒന്നിന്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഒരു ടിക്കറ്റ് വെച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് a check of 3,000 was received from a customer and deposited on 28th November but was credited by the bank on എന്താണ് 2nd December. അതായത് ബാങ്ക് നിലവിലെ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം. അതായത് നമുക്കൊരു ചെക്ക് കിട്ടി, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് നമ്മുടെ ക്യാഷ് ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിന് എന്ത് സംഭവിച്ചു, കുറഞ്ഞു. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഓവർ ഡ്രാഫ്റ്റ് കുറയുമല്ലോ. പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റിൽ എന്താണ്, ഹൈ ആയിട്ടിരിക്കുവാണ്. അപ്പൊ ഒരേപോലെ എത്തിക്കുന്ന എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. എന്താണ്, നമുക്കിപ്പോ ഷോർട്ട് ആയിട്ട് എഴുതാം. ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഷോർട്ട് ആയിട്ട് എഴുതാം കേട്ടോ. ചെക്ക് ഡെപ്പോസിറ്റഡ് എത്രയാണ് രൂപ, 3,000 രൂപ. കുറയ്ക്കാനുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രാക്കറ്റ് കൂടി ഇട്ട് വെക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ നമ്മൾ എഴുതി കഴിഞ്ഞു. മൂന്നാമത്തെ നോക്കാം. ദി ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്ടഡ് ഇൻട്രസ്റ്റ് ഓഫ് 2,400 ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം which has not yet been recorded in the cash book എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ബാങ്കിന് ഒരു എന്താണ് ഇൻട്രസ്റ്റ് കിട്ടി, അതായത് ബാങ്കിൽ ഒരു ബാലൻസ് എമൗണ്ട് വന്നു. നിലവിലിടുന്ന ഓവർ ഡ്രാഫ്റ്റിനൊപ്പം എന്ത് സംഭവിക്കും, കുറയും. ക്യാഷ് ബുക്കുകാർ ഇത് അറിയുന്നുണ്ടോ, ഇല്ല. ക്യാഷ് ബുക്കിൽ സ്റ്റിൽ ഓവർ ഡ്രാഫ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഒരേപോലെ എത്തിക്കണമെങ്കിൽ പാസ്ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റിനോട് എന്ത് ചെയ്യണം, ആദ്യം എഴുതി വെക്കുന്ന ഈ പറയുന്ന ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ എഴുതുന്നില്ലേ, അതിനോട് എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കിയേക്കാം നമ്മൾ എന്താ ചെയ്യേണ്ടത്. നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ച് ബാങ്കിൽ ഈ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അവിടുത്തെ ഓവർ ഡ്രാഫ്റ്റ് കുറയും, ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റിൽ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പൊ നമുക്ക് എളുപ്പത്തിന് കളക്റ്റഡ് ഇൻട്രസ്റ്റ് എന്നില്ല അല്ലെ, കളക്റ്റഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്, 2,400. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അത് എഴുതി അതിനുശേഷം ടിക്ക് ചെയ്തു. അടുത്തത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ബാങ്ക് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക് വാസ് ഓവർ കാസ്റ്റ് ബൈ 900 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് സൈഡില്
900 രൂപ നമ്മൾ കൂട്ടി എഴുതി. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് പേയ്മെന്റ് സൈഡ് ആണ്. അവിടെ ഒരു എമൗണ്ട് കൂട്ടി എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിലവിലിരിക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് കൂടിപ്പോകും. ക്ലിയർ ആണല്ലോ? പാസ്ബുക്കാർ പറയുന്നുണ്ടോ പാസ്ബുക്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടുത്തെ ഓവർ ഡ്രാഫ്റ്റ് സ്റ്റിൽ നോർമൽ ആയിരിക്കും, കൂടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ നമ്മൾ എഴുതുമ്പോ ഓവർ കാസ്റ്റ് അല്ലെ, എന്നാ ക്യാഷ് ബുക്ക്, ഒരു മിനിറ്റ്, ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് സൈഡ് ഓവർ കാസ്റ്റ് എത്രയാണ് എമൗണ്ട് വരുന്നത്? 900. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ടിക്ക് ചെയ്യുന്നു. അടുത്തത്, എ കസ്റ്റമർ ഹാഡ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് 8,000 into ഫേംസ് ബാങ്ക് അക്കൗണ്ട് ബട്ട് നോ എൻട്രി വാസ് മെയ്ഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ഒരു കസ്റ്റമർ ബാങ്കിലോട്ട് പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്, കാരണം അവിടെ എന്താണ് എൻട്രി വന്നിട്ടില്ല. ആ കോൺസെപ്റ്റ് നോക്കിയാൽ പോരെ. അതായത് ബാങ്കിലെ പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കുറഞ്ഞിട്ടുണ്ടാവും പൈസ ഡെപ്പോസിറ്റ് ആകുമ്പോൾ, അതിലെ ക്യാഷ് ബുക്കിൽ ഇപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ ഒപ്പം എത്തിക്കണമെങ്കിൽ പാസ്ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റിന് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് എത്രയാണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്? 8,000. നമ്മൾ 8,000 എഴുതുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. അടുത്തതോ, എ ചെക്ക് ഓഫ് ₹2,000 ഡെപ്പോസിറ്റഡ് ഏർലിയർ വാസ് റിട്ടേൺഡ് ഡിസോണേഡ് ആൻഡ് ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ചെക്ക് ഡിസോണറായി. അപ്പൊ നിലവിലുണ്ടായിരുന്ന ബാങ്കില്, അതായത് പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ത് സംഭവിക്കും? പിന്നെയും കൂടും. പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൂടിയിരിക്കുകയാണ്, ക്യാഷ് ബുക്കിൽ കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണമെങ്കിൽ പാസ്ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റിന് കുറയ്ക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അപ്പോ ചെക്ക് ഡിസോണേഡ്, ചെക്ക് ഡിസോണേഡ് എത്ര എമൗണ്ട് വരുന്നത്? 2,000. ഇത് കുറയ്ക്കണം, നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് വെക്കുന്നു. നമ്മൾ എഴുതി ടിക്ക് ചെയ്യുന്നു. അടുത്തതോ, ആസ് പെർ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ടു ബാങ്ക് EMI ഓഫ് ₹20,000 വാസ് പെയ്ഡ് ബൈ ദ ബാങ്ക്. അപ്പൊ EMI എന്താണ്? ബാങ്കിൽ നിന്ന് അടച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? സെയിം വാസ് ഒമിറ്റഡ് ടു ബി അക്കൗണ്ടഡ് ഫോർ ദ ക്യാഷ് ബുക്ക്. ഓക്കെ, അപ്പൊ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരു EMI ആയിട്ട് പേയ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് പിന്നെയും കൂടിയിട്ടുണ്ടാവുമല്ലോ, കൂടിയായിരിക്കുമല്ലോ നിൽക്കുന്നത്, ക്യാഷ് ബുക്കിൽ നടന്നിട്ടില്ലല്ലോ. അപ്പൊ ഈക്വൽ എത്തിക്കാൻ എന്ത് ചെയ്യണം? പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കുറയ്ക്കണം. അപ്പൊ എന്താണ്? EMI പെയ്ഡ് എത്രയാണ് എമൗണ്ട് വരുന്നത്? 20,000. നമ്മൾ ബ്രാക്കറ്റിൽ ഇടുന്നു. ശേഷം നമ്മൾ എഴുതിയെന്ന് അറിയിക്കാനായിട്ട് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. അടുത്തത്, ആൻ എമൗണ്ട് ഓഫ് ₹5,000 വാസ് റോങ്ലി ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ടു ദ ഫേംസ് അക്കൗണ്ട് ഫോർ വിച്ച് ഡീറ്റെയിൽസ് ആർ നോട്ട് അവൈലബിൾ. അപ്പൊ എന്താണ്? ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? അതായത് ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ എമൗണ്ട് അതിനകത്ത് നമുക്ക് അക്കൗണ്ടിൽ വന്നു എന്ന രീതിയിലല്ലേ എഴുതുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓവർ ഡ്രാഫ്റ്റ് കുറയുന്നു. ക്ലിയർ ആണല്ലോ? പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കുറയുന്നു. നമ്മുടെ പാസ്ബുക്കിൽ ഒരു എമൗണ്ട് ഉണ്ടെന്ന് അല്ലെങ്കിൽ വന്നു എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ അവിടുത്തെ ഓവർ ഡ്രാഫ്റ്റ് നിലവിൽ കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് കുറയുന്നു. ക്യാഷ് ബുക്കിന്റെ ഓവർ ഡ്രാഫ്റ്റിനോട് ഈക്വൽ ആക്കണം എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്ത് എഴുതിയേക്കാം. എന്താണ്? റോങ് ക്രെഡിറ്റ്, റോങ് ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ്? 5,000. ഓക്കെ, നമ്മൾ അതും എഴുതി നമ്മൾ ടിക്ക് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ദി ക്യാഷർ ഹാഡ് റോങ്ലി റെക്കോർഡ് എ ബാങ്ക് പേയ്മെന്റ് ഓഫ് 12,500. അപ്പം 12,500 രൂപയുടെ പേയ്മെന്റ് എത്രയാണെന്ന് എഴുതി വെച്ചു? 21,500. ഡിഫറൻസ് എത്രയാണ്? 12,500. 9,000 രൂപ കൂട്ടി പേയ്മെന്റ് സൈഡിൽ എഴുതി വെച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് കൂടും. പാസ്ബുക്കിനകത്തേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, പാസ്ബുക്കിൽ പറഞ്ഞിരിക്കുമല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? റോങ് ക്രെഡിറ്റ് ബൈ ദ ക്യാഷർ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റോങ് ക്രെഡിറ്റ് ആഡ് ചെയ്യണം ബൈ ക്യാഷ്യർ. എത്രയാണ് എമൗണ്ട്? ഡിഫറൻസ് 9,000. ക്ലിയർ ആണല്ലോ? ശേഷം നമുക്ക് നോക്കാം ഇന്നർ കോളത്തിൽ രണ്ടിന്റെ ഇൻഡിവിജ്വൽ ടോട്ടൽസ്. 10,000 പ്ലസ് 2,400 പ്ലസ് 900 പ്ലസ് 8,000 5,000 9,000 35,300 ആണ് ഇവിടെ വരുന്നത്. 3,000 നമുക്ക് ഔട്ടർ കോളത്തിനകത്തേക്ക് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 35,300 കുറയ്ക്കാൻ 3,000 2,000 20,000. അപ്പൊ 25,000 ഡയറക്റ്റ്ലി എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്ന് മനസ്സിലായി. 25,000. അപ്പോ ഫൈനൽ ബാലൻസ് എത്ര വരും? 39,700 35,300 കൂട്ടണം 25,000 കുറയ്ക്കണം. ഇതല്ലേ ചെയ്യാനുള്ളത്.
അപ്പൊ എത്ര എമൗണ്ട് കിട്ടും? 50,000. ഏത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇതും എന്ത് തന്നെയാണ്? ഓവർ ഡ്രാഫ്റ്റ് തന്നെയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സൈൻ മാറുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ പോസിറ്റീവ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആയാലാണ് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് മാറി ഓപ്പോസിറ്റ് ബാലൻസ് വരികയുള്ളൂ. നിലവിലെ സൈൻസ് ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.